ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഖത്തറിൽ പോയൊരു വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ പെട്ടി കെട്ടുന്നത്. ഇപ്പം ലഗേജ് കൂടിയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം ഒരു ദോശക്കല്ല്, നേന്ത്രപ്പഴം, വെളിച്ചെണ്ണ ഇതെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഗേജ് കൂടിപ്പോയി. അപ്പോൾ അതാ മോന് ലഗേജ് കെട്ടുന്നതാണ് കേട്ടോ. അപ്പം നല്ല മഴ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് സൗണ്ടിനെല്ലാം വ്യത്യാസമുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മഴയുണ്ട്. അപ്പോൾ കൊട്ടൂർ വഴിയല്ല പോയത്. അവിടെ ഉത്സവമായതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ് പറഞ്ഞ് തലശ്ശേരി വഴി മറ്റേ നെടുമുടി വഴിയാണ് ഞങ്ങൾ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനും അവ്വാച്ച് ഇതൊക്കെ എടുക്കുന്നത്. അവ്വാച്ചും ഇത്താത്താൻ്റെ മോനുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. ആഷിപ്പുമാണ് വന്നിട്ടുള്ളത് മരുവന്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഓൻ ആരെയും കൂട്ടിയിട്ടില്ല. നല്ല മഴയാണ്. ചുരത്തിൻ്റെ അവസ്ഥ ഒന്നും അറിയാത്തതുകൊണ്ട് ഒരാളോടും വരണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവ്വാച്ച് പറഞ്ഞ് ഞാൻ എന്തായാലും വരും. ഓക്കും തൊണ്ടവേദന അല്ലായിരുന്നോ, കാലുവേദനയാണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മാൻ്റെ കുട്ടി വരണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് വേദനയാണെങ്കിലും സായിമാൻ്റെ ഒപ്പം ഞാൻ വരും എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ചുരത്തിൽ മരങ്ങളെല്ലാം വീണീന്. വേറെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കൊട്ടൂർ വഴി പോകാത്തതുകൊണ്ട് അങ്ങനെ ചുരലിറങ്ങി നമ്മളിങ്ങനെ എയർപോർട്ട് റോഡ് കയറുമ്പോഴാണ് ട്രാവൽസുകാരൻ വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോകണ്ട, പിന്നെ പ്ലെയിനിൽ ലേറ്റാണ്, 2 മണിക്കൂർ ലേറ്റാണ്, 7 മണിക്ക് എയർപോർട്ടിൽ എത്തിയാൽ മതിയെന്ന്. അപ്പോൾ തന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിന്, ഒരു 1:45 വീട്ടിൽ നിന്ന് ഇറങ്ങിന് പേടിച്ചിട്ട് കേട്ടോ. ചുരത്തിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ പേടിയായിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ടാവില്ല, ഇത് അവ്വാച്ച് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓളെ മൈൻഡെല്ലാം ഒന്ന് മാറി ഒരു ഛർദിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, അവിടുന്ന് വരുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും വേഗം നാട്ടിലെത്തണം എന്നുള്ള ചിന്തയിലാണ് പോവുക. പക്ഷെ ഇവിടെ നിന്ന് പോകുന്ന വേദന, അത് പോകുന്നോൽക്കേ അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ അല്ലേ. അത്രയും നമ്മളെല്ലാവരും വിട്ട് ആ പോകുന്ന വേദന നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അത്രയും വിഷമത്തിലാണ് നമ്മൾ പോവുക. അവ്വാച്ചിയാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര എയർപോർട്ടിൽ നിന്നാണെങ്കിലും ഭയങ്കര കരച്ചിലാണ്. ഇപ്പോൾ ഇന്നാണ് ഈ വീഡിയോ ഇടുന്നത്. ഇന്നലെ വിളിച്ചപ്പോഴും എൻ്റെ റൂമിൽ പോയിട്ട് സായിമാനെ റൂമിൽ കയറുമ്പോഴത്തേന് സ്വപ്നം കാണുക എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് എന്നാണ്. അത് അറിയില്ല ഓക്ക് പറയാൻ. അവൾ സ്വപ്നം കാണുക എന്നാണ് പറയട്ടാ. സ്വപ്നം കാണുകയാണെങ്കിൽ എനിക്ക് കരച്ചിൽ വരികയാണ് പറഞ്ഞിട്ട് കരയാണ്. എൻ്റെ റൂമിൽ പോകുമ്പോഴോ എവിടെ പോവുകയാണെങ്കിലും ഞാൻ സായിമാനെ സ്വപ്നം കാണുന്നുണ്ട് പറഞ്ഞിട്ട് കരയുക. എന്താ ചെയ്യുക, നമ്മളെ ജീവിത പ്രശ്നമല്ലേ, നമുക്ക് പോയേ മതിയാവും, ജീവിക്കണ്ടേ. അങ്ങനെ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അല്ലെങ്കിൽ മരുവൻ്റെ ഉമ്മ വരും കൊണ്ടാക്കാൻ, എൻ്റെ ഉമ്മ വരും. ഇപ്രാവശ്യം ആഷിപ്പിനെ പേടിച്ചിട്ടാണ് ആരും കൂട്ടാത്തട്ടാ. ചുരത്തിൻ്റെ കാര്യം അത്രയും നല്ല മഴയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഓന് പറഞ്ഞ് വേണ്ട, പേടിയാണ്, രാത്രി ആവുമെങ്കിലും തിരിച്ച് വരണമെങ്കിൽ. അങ്ങനെയാണ് ആരും കൂട്ടാതെ താത്താൻ്റെ മരുവനും മോനും പിന്നെ അവ്വാച്ചിയും അങ്ങനെ ഞങ്ങൾ പോയത്. അങ്ങനെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വഴി വന്നപ്പോൾ ബ്ലോക്കൊന്നുമില്ല. അതിൻ്റെ മുന്നേ ഞങ്ങളെ നാട്ടിൽ നിന്ന് പിന്നെ 2-3 ആളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഷിപ്പിൻ്റെ ഫ്രണ്ട് പോയിന്. അപ്പോൾ പറഞ്ഞു കൊട്ടൂർ വഴി വരണ്ട, പിന്നെ നെടുമുടി വഴി വന്നാൽ മതി, അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിന്. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഈ വഴി പിടിച്ചത്. ഞങ്ങൾ കൊട്ടൂർ വഴി തന്നെയാണ് പോക്കും വരുത്തെല്ലാം ഉണ്ടായത് കേട്ടോ. അവിടെ ഉത്സവമായതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. 3-4 മണിക്കൂറെല്ലാം ബ്ലോക്കിൽ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഈ വഴി പോയത് കേട്ടോ. ഈ വഴി പോക്കേ ഇല്ല ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ട്രാവൽസുകാർ വിളിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പതുക്കെ പോക്ക് തുടങ്ങി കേട്ടോ. പിന്നെ വേഗം പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്താത്താൻ്റെ മോനും ഛർദ്ദിക്കും. ഓന് ഗുളിക കുടിച്ച് വന്നതുകൊണ്ട് ആ ഛർദ്ദി ഇല്ല കേട്ടോ. ഓനും വണ്ടി കയറി അപ്പം ഛർദ്ദിക്കും. നല്ല കോട മൂടി എന്ന് പറഞ്ഞാൽ ഒന്നും കാണാത്ത അവസ്ഥയാണ് കേട്ടോ. അത്രയും കോട മൂടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ വിശേഷം. അപ്പോൾ ഇതെല്ലാം ഞാൻ എടുക്കുമ്പോഴും എൻ്റെ മനസ്സ് ഞാൻ കരഞ്ഞു. ഞാൻ പിന്നെ അവ്വാച്ചിൻ്റെ മുന്നിൽ കരഞ്ഞിട്ടില്ല എന്നുള്ളൂ. മനസ്സ് അത്രയും വിഷമത്തിലാണ് പോകുന്നത്. ഒന്നാമത് ചെറുതിന് 1 വയസ്സ് കഴിഞ്ഞില്ലേ. ഇപ്പം ഞാൻ വിളിക്കുമ്പോൾ ഓന് കട്ടുമ്മ കയറിയിട്ട് ആളിലേക്ക് നോക്കും. കളിയും ചിരിയും എല്ലാം ആയില്ലേ. അപ്പോൾ അതിനെ അവനെ ഇട്ട് എല്ലാവരെയും വിട്ട് വരുമ്പോൾ ആ മനസ്സ് പൊട്ടി പോകുന്നൊരു അവസ്ഥ. എന്നാണ് നമുക്ക് ഇതെല്ലാം നിർത്തി നാട്ടിൽ സെറ്റിലാകാന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. പ്രവാസികൾ അങ്ങനെയാണ്, നിർത്തിയാലും വീണ്ടും വിസ എടുത്ത് പോകും ബുദ്ധിമുട്ടുകൊണ്ട്. നമ്മുടെ ജീവിതം, പ്രവാസികളുടെ ജീവിതം അങ്ങനെയാണ്. നമ്മൾ എത്ര നിർത്തി വന്നാലും വീണ്ടും പോകും. ഞാൻ ഇനി പോകുന്നില്ല പറഞ്ഞിട്ടാണ് ദുബായ് നിർത്തിയത്. വീണ്ടും നമ്മളായ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ എന്തായി, പ്രവാസിയായി. അതാ പറയുന്നത്. നമ്മളറിവിൽ തന്നെ എത്രയോ ആൾ ക്യാൻസലാക്കിയിട്ട് വീണ്ടും 1 കൊല്ലം കഴിഞ്ഞപ്പോൾ എല്ലാം വന്ന ആൾക്കാരും എല്ലാം ഉണ്ട്. അതെന്താണ്, എല്ലാവർക്കും ഓരോ വിഷമങ്ങളാണ്. അപ്പോൾ എന്താക്കും, വിദേശത്ത് കയറും. ഇതെല്ലാണ്. ഇപ്പം ഞാൻ കാരണം ഇന്നലെ തൊട്ട് വീട്ടുകാർ മൊത്തം, ഉമ്മ കുറേ ദിവസമായി പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. പിന്നെ ഇന്നലെ തൊട്ടേ മോളെല്ലാം കരച്ചൽ തലേന്നേ കരയൽ തുടങ്ങിന് കേട്ടോ. ഞാൻ പിന്നെ ഇപ്രാവശ്യം അത്ര ഓല മുന്നിൽ നിന്ന് കരഞ്ഞ് കാണിച്ചിട്ടില്ല. പിന്നെ ഉമ്മയും മൂത്തമ്മയും അതൊന്നും ഞാൻ വീഡിയോയിൽ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല. മൂത്തമ്മാൻ്റെ കരച്ചിലുണ്ടാ സഹിക്കാൻ പറ്റില്ല. അപ്പം ഇതെല്ലാമാണ് വിശേഷങ്ങൾ. ഇപ്പം ഞാൻ ഈ വഴി വരാത്തതുകൊണ്ടാണ് ചുരത്തിൽ ഞാൻ വീഡിയോ നന്നായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ കോടതി നല്ല ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടിപൊളി ഒരു വെള്ളച്ചാട്ടം കേട്ടോ, ഇത് കണ്ടോളൂ. അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓരോ ആൾക്കാർ ഇറങ്ങി ഫോട്ടോ എല്ലാം എടുക്കണ്ടായി. നമുക്ക് ആ ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ഒരു മനസ്സൊന്നുമല്ലല്ലോ. മനസ്സും എല്ലാം തളർന്ന ഒരു പിന്നെ മനസ്സ് കരഞ്ഞും കൊണ്ട് നമ്മൾ പുറത്ത് കാണിച്ചെങ്കിലും മനസ്സ് കരഞ്ഞും കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എന്ത് ഫോട്ടോ വന്നേന്. നല്ല രസമുണ്ടായിരുന്നു വെള്ളച്ചാട്ടം കേട്ടോ. അപ്പോൾ അവ്വാച്ചി ഉറങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ എണീറ്റപ്പോൾ ഓള് വേക്ക് കൂടെ ഇതെടുത്തേന്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യമാണ് ഭയങ്കര സങ്കടം. എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് മയം ചേഞ്ച് ആകുമായിരുന്നു. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ് നാട്ടിൽ നിന്ന് എല്ലാവരും ഇട്ട് വരുമ്പോൾ. ഇത്രയും വർഷം, ഒരുപാട് വർഷമായി ഞാൻ പ്രവാസിയായിട്ട്. പക്ഷേ ഇങ്ങനെ എനിക്ക് വിഷമങ്ങൾ വരാറില്ല. വന്നാലും അത് പെട്ടെന്ന് പോകാറുണ്ട്. ഇപ്പോൾ അതല്ല, ഇപ്പം ഫുൾ ആലോചിക്കുമ്പോൾ ഞാൻ ഇതിപ്പോൾ ചൊവ്വാഴ്ച വന്നിന്ന് വ്യാഴാഴ്ച ആയി. എന്നാലും ഞാൻ കരയൽ തന്നെയാണ് കേട്ടോ, ഓർക്കുമ്പോൾ എല്ലാവരെയും. അപ്പോൾ എല്ലായിടത്തും വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ അവ പറയാണ് പിന്നെ നല്ല രസമുണ്ട്. ഓള് എല്ലാം ഇതിൽ ആദ്യമായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഓൾക്ക് ഛർദ്ദിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഛർദ്ദി വണ്ടി നിർത്താന്ന് പറയുകയാണ്, ഇവിടെ ഒന്നും നിർത്തണ്ട, അപ്പുറം ഇപ്പുറം വീടുള്ളിടത്ത് നിർത്തിയാൽ മതി, ഇവിടെ എല്ലാം ആന ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഓളിങ്ങനെ പിടിച്ച് എന്താ പറയുക, ഛർദ്ദിക്കാൻ ഉണ്ടാവും ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പിന്നെ ഒരു വീടിൻ്റെ മുന്നിലെത്തിയപ്പോഴാണ് ഓള് പറയുന്നത് ഛർദ്ദിക്കാനുണ്ട് എന്ന്, പേടിച്ചിട്ട്. അപ്പോൾ ഓളെ വിചാരം ഇവിടെ എല്ലാം ഇതുണ്ട് എന്നാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ എയർപോർട്ട് റോട്ടിൽ കയറിയാണ്. അപ്പോൾ സ്കൂൾ വിട്ടിട്ടുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും വേണ്ടി ഒരുപാട് ആൾക്കാർ ദുആ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഷായിർ ഖത്തറിലെത്തിയോ, എന്താണ്, സുഖമാണോ, എങ്ങനെയാണ് എന്നെല്ലാം ചോദിക്കുന്നുണ്ടോ. അതെല്ലാം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ കരയാണ്. അത്രയും ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ സബ്സ്ക്രൈബർ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ കൂട്ടുകാർ, എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം. ഇതെല്ലാം എപ്പോഴും സുഖമാണോ, മെസ്സേജെല്ലാം വിടുമ്പോൾ സുഖമാണോ സായി, എന്താ കാട്ടുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോ ഒന്ന് ഇടുന്നുണ്ട്. ഞാൻ ഇന്ന് ലൈവ് രാത്രി വരും. അപ്പോൾ ഇതെല്ലാമാണ് വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ പതുക്കെ പോക്ക് തുടങ്ങി കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ 7 മണിക്ക് എയർപോർട്ടിൽ കയറിയാൽ മതിയല്ലോ.
ഞാൻ ഓലോട് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയി വിട്ടിട്ട് പൊയ്ക്കോ, പിന്നെ അവിടെ പിന്നെ ഇതാവാൻ നിൽക്കണ്ട, ഇത്രയും സമയം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഓല് പിന്നെ എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടാണ് ഓല് പിന്നെ പോയത്. ലഗേജ് എല്ലാം കറക്റ്റായിരുന്നു, പിന്നെ കറക്റ്റാക്കിയോണ്ട് ടെൻഷൻ ഇല്ലല്ലോ, പിന്നെ ഓല് നിന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഓല് പോയില്ല കേട്ടോ. ഞാൻ പിന്നെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് ഞാൻ ഓലോട് പറഞ്ഞു നിങ്ങൾ പോക്കോ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിനെക്കാട്ടി ഓവർ ടെൻഷനായിപ്പോയി. നല്ല മഴയായിരുന്നല്ലോ. ഓലിഞ്ഞ് വീട്ടിലെത്തോളം നമുക്ക് മനസ്സമാധാനം ഉണ്ടായിട്ടില്ല, ചുരെല്ലാം കയറി പോകണ്ട. അപ്പോൾ എനിക്ക് ആ ടെൻഷനാണ്, അതിനെക്കാട്ടി ഡബിൾ ടെൻഷനായി. അങ്ങനെ ഇതാ എയർപോർട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഓലോട് ബോർഡിംഗ് പാസ് കിട്ടിയ പാടും പോയി. പിന്നെ പയ്യോളിയുള്ളൊരു താത്താനെ പിന്നെ മക്കൾ എൻ്റെ കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വിസിറ്റായിരുന്നു. അപ്പോൾ ഞാനും താത്തയും ഉണ്ടായതുകൊണ്ട് സമാധാനത്തിൽ ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞ് ഒരുപാട് ടെൻഷൻ അങ്ങനെ പോയി. ഞാനും ആ താത്തയും വേറൊരാൾ അവരെ നാട്ടിലുള്ള ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി തന്നെയാണ് അവിടെ ഇരുന്നതും കഥ പറഞ്ഞതും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതും. പിന്നെ താത്ത നമുക്കെന്ന് പറഞ്ഞാൽ ഇതിൽ മെഷീനിൽ വെക്കലല്ലോ. താത്താക്ക് പിന്നെ എമിഗ്രേഷൻ അടിക്കാൻ അപ്പുറം തന്നെ പോകേണ്ടി കുറേ സമയം താത്താനെ കാത്തുനിന്ന് പാവം. പിന്നെ ഞങ്ങൾ ലഗേജ് എല്ലാം എടുത്ത് പുറത്തിറങ്ങുമ്പോൾ തന്നെ 11:30 മണിയായിരുന്നു കേട്ടോ. നമ്മൾ ഏൽപ്പിച്ച ഒരാളെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമ്മളെ കടമയാണ്, എന്നാലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. അപ്പം അങ്ങനെയെല്ലാമാണ് വിശേഷങ്ങളുണ്ടായത്. നമുക്കൊരാൾ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനം. പിന്നെ നമ്മളവിടെ ഇരുന്ന് കുറേ കഥയും കാര്യമെല്ലാം പറയുമ്പോൾ സമയം പോകുന്നു അറിയില്ല. നമ്മൾ ഇവരെ വിഷമങ്ങളും മക്കളതും ഉമ്മാൻ്റെ എല്ലാവരുടെ കാര്യങ്ങളും കുറച്ച് സമാധാനം കിട്ടും. അങ്ങനെ ആ താത്താക്ക് പാവം ഫ്രീസറിൽ ബീഫ് വെച്ച് വരുന്നതിലൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ അതാ ഞങ്ങൾ ചായ കുടിക്കാൻ ഇത് എയർപോർട്ടിൻ്റെ അടുത്താണ് കേട്ടോ. ഈ ചായക്കട അറിയാത്ത പോലെ ആരും ഉണ്ടാവില്ല. അടിപൊളി കടി ഉണ്ടായിരുന്നു. ഞാൻ ഒരു കല്ലുമ്മക്കായും ഒരു ചായയും കുടിച്ച്. എല്ലാം സവർമ്മ കഴിച്ചു. മോന് അവിൽ കഴിച്ചെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, അവിൽ കുഴച്ചതായിരിക്കും. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് വിട്ട് പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഞങ്ങളവിടെ പിന്നെ ഉള്ളിൽ കയറാതെ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായില്ല, അവിടെ നിർത്തിയിട്ടിട്ട് ഒരുപാട് സമയം. എന്നിട്ടാണ് എയർപോർട്ടിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ബീഫിൻ്റെ കാര്യം പറയുകയാണ്. ഫ്രീസറിലാക്കി കൊടുന്നോല് ഒരുപാട് സമയം മുന്നേ ഇറങ്ങുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. വെള്ളം ലീക്കായാൽ പിന്നെ എയർപോർട്ടിൽ നിന്ന് പിന്നെ ലഗേജ് വിടുന്നില്ല കേട്ടോ. ഭയങ്കര വെള്ളം ലീക്കായാൽ വിടുന്നില്ല. അപ്പോൾ ഫ്രീസറിൽ വെച്ച് ബീഫ് പിന്നെ ഐസാക്കി വരുന്നോല് ഒന്ന് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടെന്നാൽ മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ലീക്കാവൽ തുടങ്ങും, അത് കടത്തി വിടുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ബീഫ് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ എല്ലാവരും കഴിയുന്നതും ബീഫ് വേവിച്ചിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഉണക്കി കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ചൊന്ന് മുരിയിച്ചിട്ട് കൊടുന്നാൽ സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു അത് ഹാർഡായി പോകും, ഒന്നും ഹാർഡാകില്ല. നമ്മൾ ചൂടാക്കുമ്പോൾ ഒന്ന് കുറഞ്ഞ ചെറിയ ചൂടുള്ള ഒന്ന് കൈ കൊണ്ട് കുടഞ്ഞു കൊടുത്താൽ സൂപ്പർ ബീഫായിരിക്കും കേട്ടോ. ആ താത്താൻ്റെ കുറേ ഇഷ്ടമായി ബീഫ് കൊടുന്നതിന് മൊത്തം പിന്നെ നാട്ടിൽ തന്നെ കൊടുത്ത് വിട്ടതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങളിതാ എയർപോർട്ടിൽ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഒരുപാട് സമയം ഇവിടെ അവ്വാച്ചിൻ്റെ ഫോട്ടോ കാര്യമെല്ലാം പിന്നെ ചെയ്ത് ഞാൻ ഇവിടുന്ന് കുറച്ച് സമയം ഞാൻ പോകാമെന്ന് പറയാൻ ലൈവ് ഇട്ട് അങ്ങനെ കുറേ സമയമായപ്പോഴാണ് ഞങ്ങൾക്ക് ബാത്റൂമിലെല്ലാം പോകുന്നതുകൊണ്ടാണ് എയർപോർട്ടിലേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ കാര്യം ആരും മറക്കരുത്, ഇതാണ് അവസ്ഥ കേട്ടോ. എനിക്ക് സങ്കടം അതിന് ബീഫ് മാത്രം ഒരു കുറച്ച് ബോക്സ് ആയിട്ട് പിന്നെ താത്ത കൂടുന്നതാണ്. അപ്പോൾ അതാണ് ലീക്കായത്. തിരിച്ച് വീട്ടിലോട്ട് കൊടുത്തു വിടേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ബീഫെല്ലാം കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും ആഗ്രഹമാണല്ലേ, കുറച്ച് ബീഫ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവ്വാച്ചിക്ക് ഇവിടെ കയറുമ്പോഴേ ടെൻഷനാണ് കേട്ടോ. അപ്പോൾ അവ്വാച്ചിനോട് ഇങ്ങനെ പറയുമായിരുന്നു, സായിമ എന്നെ കൊണ്ടുപോകാനാണ് വേഗം പോകുന്നത്, പണിയെടുത്തിട്ട് സായിമ എന്നെ ഖത്തറിൽ കൊണ്ടുപോകും. അപ്പം പറയാ എന്നെ ഇപ്പം തന്നെ കൊണ്ടുപോകാം, ഞാനും വരികയാണ്. ഓളപ്പാനോട് പറയാണ് പിന്നെ ഓലെല്ലാവരും ഉപ്പയും ഉമ്മയും വിളിക്കലില്ല, ഹാപ്പി ഞാനമ്മാന്നാണ് വിളിക്കുക. ഹാപ്പി പോയിട്ട് പാസ്പോർട്ട് എടുത്ത് കാട്ട്, ഞാൻ സായിമാൻ്റെ പെന്നെ പോട്ടെ, അങ്ങനെയെല്ലാം പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് പോവുകയാണ്.
അപ്പോൾ ആരും ബീഫിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. ഫ്രീസറിൽ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇരുത്തുള്ളവരാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് മണിക്കൂർ, അതും പയ്യോളിയിൽ നിന്ന് 1:15 ഇറങ്ങിയതാണോ കേട്ടോ. അപ്പോൾ 1:15 ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് കയറുന്നത് 9:15. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, മണിക്കൂറോളം ആകുമ്പോൾ നമ്മൾ ഫ്രീസറിൽ ഐസും കട്ട നമ്മൾക്ക് എന്താവും, പിന്നെ അലിയലൊടുങ്ങും, അങ്ങനെ വെള്ളം ലീക്കാവും, നന്നായിട്ട് ലീക്കാവും എങ്ങനെ പിന്നെ പാക്ക് ചെയ്താലും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. യാത്ര ചെയ്യുന്നോല് എപ്പോഴും വെളിച്ചെണ്ണ നല്ല വേവിച്ച് ഒന്നും ഇടാതെ, ഉള്ളിയും തക്കാളിയും ഒന്നും ഇടാതെ, മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും പെരിഞ്ചീരകമെല്ലാം ഇട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് പിന്നെ ഒന്ന് മൊരിയിച്ച് കൊടുന്നാൽ, ചെറുങ്ങനെ മൊരിയിച്ച് കൊടുന്നാൽ ഒരു കുഴപ്പമില്ല. എത്ര ദിവസം വേണമെങ്കിൽ നമ്മളെ ബീഫ് അവിടെ പിന്നെ എത്തുട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഈ എയർപോർട്ടെല്ലാം കാണുമ്പോൾ അങ്ങനെ മനസ്സ് പൊട്ടുക, ഇവരെ വിട്ട് പോവുകയാണല്ലോ എന്നുള്ള ചിന്തയും കാര്യങ്ങളെല്ലാം ആയിട്ട്. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം നിർത്തിയിട്ട് പിന്നെ ബാത്റൂമിലെല്ലാം പോയി. അവ്വാച്ചി ഞാനും എല്ലാം കുറേ ഫോട്ടോ എടുത്ത്. പിന്നെ അവിടെ വന്ന് സെക്യൂരിറ്റി പറഞ്ഞ് പാർക്കിങ്ങിലിടണം, ഒരുപാട് സമയമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മോന് വണ്ടി പാർക്കിങ്ങിലിടാൻ പോയി. അങ്ങനെയെല്ലാണ് വിശേഷം. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പം കുറച്ച് നമ്മൾ ചുരം ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് മഴയൊക്കെ ആക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും പറഞ്ഞ് കണ്ണൂർ പിടുത്തം വിട്ട മഴയാണ് എന്നല്ല, പക്ഷേ മഴയ്ക്ക് നല്ല കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ സമയം നോക്കുകയാണ് കേട്ടോ. ഞാനും ഇറങ്ങിയിട്ട് മോനപ്പം നോക്കട്ടെ സമയം എത്ര മണിക്കൂറാണ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനും അവ്വാച്ചി ഇതങ്ങനെ നടക്കുകയാണ് കേട്ടോ. അവ്വാച്ചി പിന്നെ ഒരു വട്ടം ഛർദ്ദിച്ചപ്പോൾ ഭയങ്കര ഉഷാറായി. അതുവരെ ഒരു മയക്കത്തിലായിരുന്നു അവൾ. അത് കഴിഞ്ഞപ്പോൾ നല്ല ഇതായി. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതെല്ലാമാണ് എനിക്ക് പറയാനുള്ളൂ. എന്നെ ഇഷ്ടപ്പെടുന്നോല് എനിക്ക് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും, നിങ്ങൾക്ക് അറിയുന്നവർക്കൊന്ന് ലിങ്ക് വായിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. എല്ലാം സബ്സ്ക്രൈബർ കുറവാണ്, ഉള്ളത് കുറഞ്ഞു പോവുകയാണ്, എന്താണെന്നറിയില്ല. ചിലപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. നമുക്ക് പിന്നെ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് സമയം ഒട്ടും ഉണ്ടായിട്ടില്ല. അതെനിക്ക് മാത്രമേ അറിയുള്ളൂ, എൻ്റെ വീട്ടുകാർക്കും എനിക്ക് സമയം ഉണ്ടായിട്ടില്ല. ഞാൻ വീട്ടിൽ പിന്നെ നിന്ന് തന്നെ ഇതാണ്, ഓരോ സ്ഥലത്ത് ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോവുകയായിരുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ അവ്വാച്ചിക്ക് നമ്മളെ ഈ ലിഫ്റ്റിൽ കയറണമെന്ന് പറഞ്ഞ്, പക്ഷേ ഒരു കാരണവശാലും ഓൾ എൻ്റെ കൂടെ ഇറങ്ങുന്നില്ല. അങ്ങനെ ഓള് മിഞ്ഞാന്ന് ഞാൻ വരുന്ന തലേന്ന് മോനെ എനിക്ക് എയർപോർട്ടിൽ നിന്ന് തിന്നാൻ വേണ്ടി കേക്കും ജ്യൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഓൾ വണ്ടിയിൽ നിന്ന് ജ്യൂസ് കുടിച്ച്. അപ്പോൾ ഓൾ അത് മനസ്സിലുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് ഇവിടുന്ന് ജ്യൂസ് വേണം സായിമ എന്ന് പറഞ്ഞിട്ട് ഒരു ജ്യൂസ് എടുത്തിട്ട് 70 രൂപയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര വിലയല്ലേ. അത് എടുത്തിട്ട് ഓൾ അറിയാതെ അവിടെ നായുണ്ട്, അവിടെ പോകണ്ട, പോലീസ് ഉണ്ട്, അതാ നിൽക്കണേ. എനിക്ക് വാങ്ങി തന്ന ജ്യൂസ് എടുത്ത ആ വിഷമാണ്. ഇനി ഞാൻ എന്താ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ട് പറഞ്ഞു ഉമ്മാരെ കുട്ടി കുടിച്ചോ, സായിമാക്ക് വേണ്ട എന്ന് പറഞ്ഞ് സായിമാക്ക് ആശയം. ഇപ്പോൾ എനിക്ക് വേറെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു, ഇളനീന് ജ്യൂസ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കഴിച്ചോ കേക്കും. അപ്പോൾ എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് പറയും ഇത് ഭയങ്കര കയ്പ്പ്, ഇത് എനിക്ക് വേണ്ടത് സായിമേനെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് പാവം അതിനത് വിഷമമാണ്. എനിക്ക് ഇനി കുടിക്കാനൊന്നുമില്ലല്ലോ, വിഷക്കുമോ എന്നുള്ള ആ വിഷമത്തിലാണ്. അങ്ങനെ അത് ഇട്ടീന്. ഭയങ്കര എല്ലാവരും മക്കളായിട്ടെല്ലാം വരുമ്പോൾ കഴിയുന്നതും പുറത്തുനിന്ന് സാധനം വാങ്ങിയിട്ട് കൊടുന്നോളൂ. വെയിറ്റിങ്ങും കാര്യമെല്ലാം ഉണ്ടാകുമ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലെല്ലാം ഭയങ്കര പൈസയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജ്യൂസ് വാങ്ങുക. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് എന്തൊക്കെയാണ് വേണ്ടി ഏതൊക്കെയാണ് വേണ്ടിയെന്ന്. ഒരു മിനിറ്റ് പറ ഓലോട് വിശേഷങ്ങൾ. വേണ്ട അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലഗേജ് പിന്നെ കൊണ്ടുപോകാനെല്ലാം എല്ലാം ഭയങ്കര പൈസ അല്ല അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങളിതാ ബോർഡിംഗ് പാസിന് നിൽക്കുകയാണ്.
അങ്ങനെ ബോർഡിംഗ് പാസും കാര്യങ്ങളെല്ലാം കിട്ടി. എമിഗ്രേഷനും കഴിഞ്ഞ് ഇതാണ് നമ്മളെ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട കണ്ണൂർ എയർപോർട്ടാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഏതറിയാത്തവർക്ക്, അതാണ് നമ്മളെ താത്ത പോവുകയാണ്. ആ താത്തയും ഞാനും കൂടിയാണ് ഇതാക്കി. അപ്പോൾ ഞങ്ങൾ ബാത്റൂമിലെല്ലാം പോയി വന്ന് ഇവിടെ ഫ്രഷായി മേലെ ഇരുന്നിട്ട്. ഇതെന്താണെന്ന് പറയാൻ പറഞ്ഞാൽ കണ്ണൂർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഏതറിയാത്തവർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ബോർഡിംഗ് പാസ് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് എമിഗ്രേഷൻ കഴിഞ്ഞ പാട് മേലോട്ട് കയറുന്ന ലിഫ്റ്റും ഉണ്ട്. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും. ഇപ്പോൾ മേലെ കയറാൻ 5, 6, 7 എന്ന് കൗണ്ടർ പറഞ്ഞാലും ആർക്കും ഡൗട്ടും കാര്യമില്ല. ബാത്റൂമുണ്ട്, നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു 8:15 തന്നെ ഞങ്ങൾക്ക് 6 ആണ് കൗണ്ടർ വന്ന്. പിന്നെ പറയും 3ലേക്ക് വാന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കയറാൻ പോവുകയാണ്. താത്തയും മുന്നിൽ നടന്നുകയാണ്. എൻ്റെ താത്ത ഹസ്ബൻഡിൻ്റെ അടുത്ത് വരികയാണ്. ഉമ്മറക്ക് പോകാൻ വേണ്ടി, രണ്ടാളും ഉമ്മറക്ക് പോകാൻ വേണ്ടിയിട്ട് വരികയാണ് വിസിറ്റ്. അപ്പോൾ അങ്ങനെ നമ്മളെ നാടിനോട് ഇത് പറഞ്ഞ് പോവുകയാണ്. എയർ ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ കയറുമ്പോൾ എല്ലാം അവ്വാച്ചിനായിട്ട് വീഡിയോ ഉണ്ട്. എനിക്ക് സായ്മ കാണണം എന്ന് പറഞ്ഞിട്ട് അവ്വാച്ചി വീഡിയോ കോളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കും താത്താക്കെല്ലാം എടുത്തെടുത്ത് സീറ്റാക്കി. അതൊരു വേറൊരു കാര്യം. ഞാൻ ഓലോട് പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് അപ്പുറം സീറ്റ് വേണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് അതിന് വേറെ എമൗണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് അത് പറ്റും, ഇത് നിങ്ങൾ ഒരുമിച്ചെടുത്ത ടിക്കറ്റാണോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഇത് അവരെ വീട്ടുകാർ എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ നമുക്കൊരു സമാധാനക്കേട്, അതുകൊണ്ടാണ് അവർക്ക് അറിയില്ല എൻ്റെ കൂടെ തന്നെ ഇരുത്തണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട, ഞാൻ ചെയ്ത. ആദ്യം പറഞ്ഞ് അതിന് വേറെ കാശ് കൊടുക്കണ പറഞ്ഞത് ഇത്. അപ്പോൾ ആ താത്ത പറഞ്ഞ് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അതിന് വിഷമമായി. അപ്പോൾ പിന്നെ നല്ലൊരു മോളായിരുന്നു അവിടെ ഇരുന്നത്. അവൾ പറഞ്ഞ് ടെൻഷൻ അടിക്കാണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾക്ക് എടുത്തെടുത്ത് സീറ്റാക്കി തന്നിട്ട്. അവൾ എന്താണ് അങ്ങനെ പറഞ്ഞ്, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ വേറൊരാളെ സപ്പോർട്ടായി സംസാരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ച ആൾക്കാരല്ലേ, അവരെ വീട്ടുകാർ നമ്മളെ ഏൽപ്പിച്ച് നിങ്ങൾ ഉമ്മാനും കൂടെ കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ബോർഡിംഗ് പാസ് എടുക്കാൻ പോയി കാര്യം പറഞ്ഞിട്ട് വന്നത് കേട്ടോ. എടുത്തെടുത്ത് സീറ്റായിരുന്നു. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങളെ യാത്ര എല്ലാം സുഖമായിരുന്നു. അപ്പോൾ ഇത് ഞാനെല്ലാം ഫസ്റ്റ് പോകുമ്പോൾ ഇത് ഞാൻ ശ്രദ്ധയോടെ കേട്ടിരിക്കും. എനിക്കിപ്പോൾ തോന്നുന്നത് ആരും ഇത് ശ്രദ്ധയോടെ കേട്ടു, പക്ഷെ ശരിക്കും ഇത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ഒന്നും ആരും ഒരു മൈൻഡ് ഇല്ലാതിരിക്കും പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനടക്കം. പക്ഷെ ഇപ്പോൾ ഞാനിത് കറക്റ്റ് ഇത് എന്താണ് ഇവർ നമുക്ക് ഇത് തരുന്നതെന്ന് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതായിരുന്നു. അങ്ങനെ നമ്മളെ നാട് വിട്ടു. അങ്ങനെ അവിടുന്ന് നമ്മൾ പോയി നമ്മൾ ഖത്തറിലെത്തി. അപ്പം നമ്മൾ ഖത്തറിലെത്തി. ഞാൻ വന്നിട്ട് റെസ്റ്റൊന്നും എടുത്തിട്ടില്ല. ഞാൻ വന്നു, വേഗം കുളിച്ചു, ലഗേജ് പൊട്ടിച്ച്. എൻ്റെ ആങ്ങളൻ്റെ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ 12:30 മണിക്ക്, ഇവിടെ 12:30 ആയിന്. പിന്നെ കുളിയും കാര്യമെല്ലാം കഴിഞ്ഞ് ലഗേജെല്ലാം പൊട്ടി ഓൻ്റെ സാധനമെല്ലാം എടുത്തു. ഞാൻ എൻ്റെ ആങ്ങൾക്ക് വേഗം കൊണ്ടു കൊടുത്തു. ഓൻ്റെ വൈഫ് ഉണ്ണിയപ്പെല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാശമാക്കി കളഞ്ഞാൽ നാശമായി, രാവിലെ കൊണ്ടുപോയാൽ ചിലപ്പോൾ നാശമായി പോയാൽ എനിക്ക് താങ്ങാൻ വിഷമമായി പോകും. അതുകൊണ്ട് പിന്നെ ക്ഷീണവും കാര്യങ്ങളും ഇങ്ങ് പിടുത്തം വിട്ട തലവേദനേനും ക്ഷീണം കാര്യമൊന്നും നോക്കിയില്ല. വേഗം 12:30 ഓന് കൊണ്ടുപോയി അവർക്ക് ഞാൻ അത് കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ടാണ് ഞാൻ പിന്നെ കിടന്നുറങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മളെ ഖത്തർ അപ്പം അതെല്ലാണ് വിശേഷങ്ങൾ. ഇപ്പം എനിക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. ഞാൻ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നത്. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്.
ആണല്ലേ. ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നവരെല്ലാം നേരത്തെ കാലത്ത് ഇറങ്ങി എയർപോർട്ടിൽ തങ്ങും. ചില ആൾക്കാർ ഫുഡ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു വിഷമങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രാവൽസുകാരോട് ഞാൻ പറയാനുള്ളത്, ഇങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ മുൻകൂട്ടി എല്ലാവരും അറിയിക്കാൻ നോക്കുക. അത് എല്ലാവർക്കും ഒരു വലിയ ഉപകാരമായിരിക്കും. ഇതാണ് നമ്മൾ ഖത്തർ എയർപോർട്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് താത്താക്ക് ബാത്റൂം പോകണം എന്ന് പറഞ്ഞ് ബാത്റൂമിലെല്ലാം പോയി ഫ്രഷ് ആയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. ഉണ്ടാ ഇവിടെ അല്ലേ ബാത്റൂം? പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും മൂത്രയില്ലാത്തതുകൊണ്ട്. നമ്മളെ വിശേഷങ്ങൾ നമ്മളോട് ചോദിച്ചതാ. ചെക്കിങ് ആയിരുന്നു. അല്ല ബാത്റൂം കാണിച്ചാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കേട്ടോ, നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമല്ലോ, അവിടെ ഭയങ്കര ചെക്കിങ്ങിന് എന്നെ താത്താനും മാറ്റി ഇവിടെ ഉണ്ടാവും. പിന്നെ ഇമിഗ്രേഷൻ ഇരിക്കുന്നിടത്ത് കുറേ നടക്കണ്ടേ നോക്കി വിട്ടു. പക്ഷെ എന്നെ വീണ്ടും വേറൊരു ഇതിലേക്ക് സൈഡാക്കി പോലെ ID വാങ്ങി കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കി. ഇന്നല്ല ഒരുപാട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നു യുദ്ധത്തിൻ്റെ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചെക്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, ID നോക്കി ID എടുത്ത് കമ്പ്യൂട്ടറിൽ ഒന്ന് അടിച്ച് നോക്കുന്നുണ്ടോല്, പിന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര ചെക്ക്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പം അങ്ങനെയാണ്, ഭയങ്കര ചെക്കിങ് ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ഇതാ ഇമിഗ്രേഷനെല്ലാം അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പോവില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. അതെല്ലാവർക്കും കുറേ ഖത്തറിൽ പ്ലെയിൻ ഇറങ്ങിയാൽ ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ ഞങ്ങളിവിടെ ഇമിഗ്രേഷനെല്ലാം ഞാൻ കഴിഞ്ഞു. ഞാൻ പിന്നെ ഇതിൽ വെച്ചുകൊണ്ട് താത്താനെ വെയിറ്റ് ചെയ്യുന്നു. താത്ത ഇമിഗ്രേഷൻ എടുത്തുകൊണ്ട് അപ്പുറം പോയതാണ്. താത്ത ഒരുപാട് കുറേ ആളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കാത്തുനിന്നാണ് ഇല്ലാതെ നമ്മൾ സോറി